റോസ്-ബോറ എന്ന സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. 1 കപ്പ് റവയാണ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ ഉരുളകളും ഷേപ്പ് ചെയ്തെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നവരാത്രി. എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഇന്ന് അക്ഷരലോകത്തേക്ക് ഹരിശ്രീ കുറിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാവുന്ന അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള റോസ്-ബോറ എന്ന സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റോസ്-ബോറ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി തന്നെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇത് വറുത്ത റവയാണെങ്കിലും നെയ്യിൽ നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കണം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ചെറു തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റവ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. റവ അളന്ന കപ്പിൽ തന്നെ 1.5 കപ്പ് പാല് വേണ്ടി വരും. അത് ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുഴുവൻ പാലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ റവയിലേക്ക് പാലൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരണം. റവ പാലൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലെല്ലാം തന്നെ റവ നന്നായി വലിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഈ കൂട്ട് നമുക്കൊന്ന് ചൂടാറാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടിൻ്റെ ചൂട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 15 മിനിറ്റ് ഞാനിത് നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആണെന്ന് തോന്നിയാൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പാല് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്-ബോറ തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യമായി തന്നെ മാവിൽ നിന്ന് ചെറിയൊരു ഉരുള എടുക്കുക. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഉരുളകളും ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഉരുളയും ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 14 കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിടാം. എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുവാനായി തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ പഞ്ചസാര നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കണം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ്
ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ റോസ് വാട്ടർ, ഇത് ഓപ്ഷണലാണ്. ഇത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന റോസ്-ബോറ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിയുള്ളൂ. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്-ബോറ സ്വീറ്റ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നവരാത്രിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്. തല തിരിഞ്ഞ ഹായ് ഫ്രണ്ട്സ്, അല്ല ഒരു മിനിറ്റ് കട്ട് ചെയ്യാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നവരാത്രി. എല്ലാവർക്കും നവരാത്രി ആശംസകൾ